പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസിന്റെ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് വാഴൂർ സോമൻ MLA. ഇക്കാര്യം ആവശ്യപ്പെട്ട് വാഴൂർ സോമൻ സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചു. ഹൈക്കോടതി വിധി എല്ലാ വശവും പരിശോധിച്ചാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് അച്യുതൻ, വാഴൂർ സോമൻ അക്കാര്യം പറയുന്നതിൽ കാര്യമുണ്ട്. അതിന് കാരണം ഇലക്ഷൻ കമ്മീഷനോടൊക്കെ വളരെ വിശദമായ വിവരങ്ങൾ ആരാഞ്ഞതിന് ശേഷമായിരുന്നു ഈ പറഞ്ഞ സിറിയക് തോമസിന്റെ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവൊക്കെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് സിറിയക് തോമസിന്റെ ഹർജി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മുഴം മുൻപേ സുപ്രീം കോടതിയിലേക്ക് വാഴൂർ സോമൻ പോകുന്നത്? ഹാഷ്മി, പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ വാഴൂർ സോമന്റെ തെരഞ്ഞെടുപ്പ് അത് ഹൈക്കോടതി ശരിവെച്ചതാണ്. എന്നാൽ അതിനുശേഷം സുപ്രീം കോടതിയെ സിറിയക് തോമസ്, UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് സമീപിക്കുകയായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പാകപ്പിഴയുണ്ട്, അതിൽ പല കാര്യങ്ങളും മറച്ചുവച്ചു എന്നത് ആരോപിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സിറിയക് തോമസ് സമീപിച്ചത്. എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ ഒരു സത്യവാങ്മൂലം, അതിന് മറുപടിയായി ഒരു സത്യവാങ്മൂലം വാഴൂർ സോമൻ നൽകിയിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ ഈ ഹൈക്കോടതി വിധി എല്ലാ വശവും പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുന്നത്. നിലനിൽക്കുന്ന വാദങ്ങൾ അല്ല ഹർജിയിലുള്ളത്. അതായത് നിലവിൽ ഇപ്പോൾ സിറിയക് തോമസ് നൽകിയിരിക്കുന്ന ഹർജിയിൽ നിലനിൽക്കുന്ന വാദങ്ങളല്ല ഉള്ളത്. തനിക്കെതിരെ എതിർകക്ഷി ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് തൻ്റെ പക്കൽ മറുപടിയുണ്ട് എന്നുകൂടി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. പ്രസക്തമായ ഒരു നിയമ ചോദ്യവും ഹർജിയിലില്ല എന്നതുകൂടി ഈ മറുപടി സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുകയാണ്. അതായത് സിറിയക് തോമസിൻ്റെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല. ആ ഹർജി, നിലവിൽ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സത്യവാങ്മൂലം വാഴൂർ സോമൻ നൽകിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി വാഴൂർ സോമൻ്റെ തെരഞ്ഞെടുപ്പ് ശരിവെച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലായിരിക്കും എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുക എന്നത് വ്യക്തമാകും. യെസ്, ഓക്കെ. അച്യുതനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.